പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ITI ചെറിയമണ്ടത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രൈവ്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ചർച്ച ചെയ്തത്. ഈ ക്ലാസ്സിൽ നമുക്ക് DC ഡ്രൈവുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. DC ഡ്രൈവ് DC സപ്ലൈ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഡ്രൈവ്സിനെ നമ്മൾ DC ഡ്രൈവ് എന്ന് വിളിക്കും. അതിൽ ഉപയോഗിക്കുന്ന മെഷീൻസ്, മോട്ടോർസ് DC മോട്ടോർസ് ആയിരിക്കും. DC മോട്ടറിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, അതിൻ്റെ സ്പീഡ് പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ വോൾട്ടേജ് ആണ്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫീൽഡ് കറണ്ട് ആണ്. നമുക്കറിയാം സ്പീഡ് പ്രൊപ്പോർഷണൽ ടു EB, ബാക്ക് EMF ആണ്. ബാക്ക് EMF ആർമേച്ചർ വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ സ്പീഡ് ആർമേച്ചർ വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ സ്പീഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫീൽഡ് ഫ്ലക്സ് ആണ്. ഓക്കെ, N പ്രൊപ്പോർഷണൽ ടു 1/5. പക്ഷേ ഫൈ പ്രൊപ്പോർഷണൽ ടു ഫീൽഡ് കറണ്ട് ആണ്. അതുകൊണ്ട് സ്പീഡ് പ്രൊപ്പോർഷണൽ ടു EB/φ ആണ്. അതുപോലെ തന്നെ ആർമേച്ചർ കറണ്ട് പ്രൊപ്പോർഷണൽ ടു മോട്ടോർ ടോർക്കാണ്. ദാറ്റ് ഈസ് IA പ്രൊപ്പോർഷണൽ ടു T. നമുക്കറിയാം T പ്രൊപ്പോർഷണൽ ടു φ × I ആയിരുന്നു. അതുകൊണ്ട് തന്നെ IA പ്രൊപ്പോർഷണൽ ടു T. IA കൂടുന്നതിനനുസരിച്ച് ടോർക്ക് കൂടും, വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് കൂടും, ഫീൽഡ് കറണ്ട് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് കുറയും, അല്ലെങ്കിൽ ഫീൽഡ് കറണ്ട് കുറയുന്നതിനനുസരിച്ച് സ്പീഡ് കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മോട്ടോറിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ റെഡ്യൂസ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്താൽ മതി? അപ്ലൈഡ് വോൾട്ടേജ് വേരി ചെയ്താൽ മതി. അത് അപ് ടു റേറ്റഡ് വോൾട്ടേജ് വരെ സാധിക്കുകയുള്ളൂ. നമുക്ക് റേറ്റഡ് സ്പീഡിന് മുകളിൽ സ്പീഡാണ് ആവശ്യമെങ്കിൽ നമുക്ക് ഫീൽഡ് കൺട്രോൾ ഉപയോഗിച്ചിട്ട് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് ഫീൽഡ് കൺട്രോൾ റെഡ്യൂസ് ചെയ്തിട്ട് സ്പീഡ് വർദ്ധിപ്പിക്കേണ്ടി വരും. അതായത് ഫീൽഡ് കറണ്ട് കുറയുന്നതിനനുസരിച്ച് മോട്ടോറിൻ്റെ ഫീൽഡ് ഫ്ലക്സ് കുറയും. ഫീൽഡ് ഫ്ലക്സ് കുറയുമ്പോൾ സ്പീഡ് വർദ്ധിക്കും. ഈ രണ്ട് പ്രിൻസിപ്പിൾസാണ് നമ്മൾ DC ഡ്രൈവ്സിൽ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആർമേച്ചർ കൺട്രോൾ, അതുപോലെ ഫീൽഡ് കൺട്രോൾ. രണ്ട് ടൈപ്പ് ഓപ്പറേഷനാണ് DC മോട്ടോറുകളുള്ളത്. കോൺസ്റ്റന്റ് ടോർക്ക്, അതുപോലെ കോൺസ്റ്റന്റ് ഹോഴ്സ് പവർ ഓപ്പറേഷൻ. നമ്മൾ മെഷീൻ്റെ ആർമേച്ചർ വോൾട്ടേജ് ആണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ആ ഓപ്പറേഷന് പറയുന്ന പേരാണ് കോൺസ്റ്റന്റ് ടോർക്ക് വേരിയബിൾ ഹോഴ്സ് പവർ ഓപ്പറേഷൻ. നമുക്കറിയാം ഇത് മോട്ടറിൻ്റെ റേറ്റഡ് സ്പീഡ്, അതിന് പറയുന്ന പേരാണ് ബേസ് സ്പീഡ്. അതുവരെ പറ്റുള്ളൂ. നമുക്ക് സ്പീഡ് അതിൻ്റെ മുകളിൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡ്രൈവിനെ ഫീൽഡ് കൺട്രോൾ മെത്തേഡിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും. അതിന് പറയുന്ന പേരാണ് കോൺസ്റ്റന്റ് വോയിസ് പവർ റെഡ്യൂസ്ഡ് ടോർക്ക് ഓപ്പറേഷൻ. നമുക്കതിൽ മാക്സിമം സ്പീഡ് വരെ പോസിബിൾ ആണ് ബൈ റെഡ്യൂസിങ് ഫീൽഡ് കറണ്ട്. ഫീൽഡ് കറണ്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ മെഷീൻ്റെ സ്പീഡ് വർദ്ധിക്കും. ഇത് മോട്ടറിൻ്റെ മാക്സിമം സ്പീഡ് വരെ പോസിബിൾ ആണ്. കോൺസ്റ്റന്റ് ടോർക്ക് ഓപ്പറേഷനും കോൺസ്റ്റന്റ് വോയിസ് പവർ ഓപ്പറേഷനും നമുക്ക് ഈ ഒരു ഗ്രാഫിൽ കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ആർമേച്ചർ വോൾട്ടേജ് ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് കോൺസ്റ്റന്റ് ടോർക്ക് വേരിയബിൾ വോയിസ് പവർ ഓപ്പറേഷനാണ്. അതാണ് ഫസ്റ്റ് കാണുന്നത്. ഇനി നമുക്ക് റേറ്റഡ് സ്പീഡിന് മുകളിൽ സ്പീഡ് ആവശ്യമെങ്കിൽ DC ഡ്രൈവ്സിലെ ഫീൽഡ് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. പവർ മോഡുലേറ്റേഴ്സ് അല്ലെങ്കിൽ പവർ കൺട്രോളേഴ്സ് ഉപയോഗിക്കുന്ന കമ്പോണന്റ് സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ടോർക്ക് ഓപ്പറേഷൻ നമ്മൾ SCRസിനെ പൊതുവെ ഡിഗ്രീസ് എന്ന് വിളിക്കും. പക്ഷേ നമുക്ക് മോട്ടറിന്റെ SCRന്റെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഫോർവേഡ്, ബ്ലോക്കിംഗ് മോഡ്,
ആൻഡ് ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്. നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ SCR കണക്ട് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. അപ്പോൾ അത് കണ്ടക്ട് ചെയ്യില്ല. കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഗേറ്റ് ടെർമിനലിൽ ഒരു പോസിറ്റീവ് പൾസ് കൊടുക്കണം. അതിന് നമ്മൾ ഗേറ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ ഗേറ്റ് കറണ്ട് എന്ന് പറയും. അപ്പോൾ ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് അത് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ നിന്ന് ഫോർവേഡ് കണ്ടക്റ്റിംഗ് മോഡിലേക്ക് മാറും. SCR കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അത് അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരെ കണ്ടക്ട് ചെയ്യും. ഈ നമ്മൾ ആ വോൾട്ടേജിൻ്റെ വേവ് ആ 0 ക്രോസ് ചെയ്യുന്ന സമയത്തിൽ അത് SCR ഓഫാവും. വീണ്ടും നമുക്ക് അതിനെ ഓൺ ആക്കണമെങ്കിൽ നെക്സ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു ഗേറ്റ് പൾസ് കൊടുത്തിട്ട് വേണം. നമ്മൾ DC ഡ്രൈവ്സിൽ SCR യൂസ് ചെയ്യുന്നത് അതിൻ്റെ പർപ്പസ് ഫിക്സ്ഡ് ACയെ വേരിയബിൾ DC ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേരിയബിൾ DC ഉപയോഗിച്ചിട്ട് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. പവർ റേറ്റിംഗ് കുറഞ്ഞ DC ഡ്രൈവുകൾ നമ്മൾ സിംഗിൾ ഫേസ് സപ്ലൈ ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു ഫുൾ ബ്രിഡ്ജ് കൺട്രോൾഡ് റെക്ടിഫയർ മതിയാവും. അതിൽ 4 SCR ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഹയർ പവർ റേറ്റിംഗിൽ 3 ഫേസ് സപ്ലൈ നമുക്ക് ആവശ്യമായിട്ട് വരും. അവിടെ നമ്മൾ DC റെക്ടിഫിക്കേഷന് വേണ്ടി 6 SCR യൂസ് ചെയ്യേണ്ടി വരും. ഓരോ ഫേസിലും 2 SCR വീതം യൂസ് ചെയ്യേണ്ടി വരും. ഇനി 4 ക്വാഡ്രൻ്റ് ഓപ്പറേഷനാണ് നമുക്ക് വേണ്ടതെങ്കിൽ അവിടെ നമ്മൾ 12 SCR വിത്ത് 3 ഫേസ് സപ്ലൈ യൂസ് ചെയ്യേണ്ടി വരും. 4 ക്വാഡ്രൻ്റ് ഓപ്പറേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു മെഷീൻ അതിൻ്റെ ടോർക്ക് സ്പീഡ് പ്ലെയിനിലെ 4 ക്വാഡ്രൻറ്റിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് 4 ക്വാഡ്രൻ്റ് ഓപ്പറേഷൻ. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ സ്പീഡും ടോർക്കും പോസിറ്റീവ് ആയിരിക്കും. ഈ N സ്പീഡിനെ സൂചിപ്പിക്കുന്നു, M ടോർക്കിനെ സൂചിപ്പിക്കുന്നു. അതിനെ നമ്മൾ ഫോർവേഡ് മോട്ടോറിംഗ് എന്ന് പറയും. ഇനി സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സ്പീഡ് പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ ടോർക്ക് നെഗറ്റീവ് ആയിരിക്കും. അതായത് റിട്ടാർഡേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. സ്പീഡ് കുറയുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഫോർവേഡ് ബ്രേക്കിംഗ് എന്ന് പറയും. ഇവിടെ പവർ നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ പവർ പോസിറ്റീവ് ആയിരിക്കും. ഇനി ഈ ഒരു ക്വാഡ്രൻ്റ്, ഇത് തേർഡ് ക്വാഡ്രൻ്റ് ആണ്. ഇവിടെ സ്പീഡും നെഗറ്റീവാണ്, ടോർക്കും നെഗറ്റീവാണ്. അതിനെ നമ്മൾ റിവേഴ്സ് മോട്ടോറിംഗ് എന്ന് പറയും. ഇവിടെ 2 പാരാമീറ്റർ സ്പീഡും ടോർക്കും നെഗറ്റീവ് ആയതുകൊണ്ട് പവർ പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇതാണ് ഫോർത്ത് ക്വാഡ്രൻ്റ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ സ്പീഡ് നെഗറ്റീവ് ആയിരിക്കും, പക്ഷേ ടോർക്ക് പോസിറ്റീവ് ആയിരിക്കും. ആക്സിലറേഷനാണ് ഉണ്ടാവുക, പക്ഷേ സ്പീഡ് റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് റിവേഴ്സ് ബ്രേക്കിംഗ്. ഇപ്പോൾ 4 ക്വാഡ്രൻ്റ് ഓപ്പറേഷൻ: ഫോർവേഡ് മോട്ടോറിംഗ്, ഫോർവേഡ് ബ്രേക്കിംഗ്, റിവേഴ്സ് മോട്ടോറിംഗ്, റിവേഴ്സ് ബ്രേക്കിംഗ്. നമ്മൾ സാധാരണ നമ്മുടെ കംപ്രസേഴ്സ്, പമ്പ്, ഫാന്, അത്തരം ടൈപ്പ് ലോഡുകൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഓപ്പറേഷൻ മാത്രം ആവശ്യമുള്ളൂ. കാരണം അവ യൂണി ഡയറക്ഷനിലാണ്. ഒരു ഡയറക്ഷനിൽ മാത്രം അത് റൊട്ടേറ്റ് ചെയ്താൽ മതിയാവും. അത്തരം ഡ്രൈവുകളെ നമ്മൾ 1 ക്വാഡ്രൻ്റ് സിസ്റ്റം ഡ്രൈവ്സ് എന്ന് പറയും. ഇനി ട്രാൻസ്പോർട്ടേഷൻ ഡ്രൈവ്, ഈ ഇലക്ട്രിക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന മെഷീൻസിൽ നമുക്ക് അതിൻ്റെ ഓപ്പറേഷൻ 2 ഡയറക്ഷനിലേക്കും ആവശ്യമാണ്. ഫോർവേഡ് ഡയറക്ഷനിലും അതുപോലെ ബാക്ക്വേർഡ് ഡയറക്ഷനിലും ആവശ്യമാണ്. അതുകൊണ്ട് അത്തരം ഡ്രൈവുകളെ നമ്മൾ 2 ക്വാഡ്രൻ്റ് ഡ്രൈവ് സിസ്റ്റം ഡ്രൈവ്സ് പറയും. ഇനി ഹോയിസ്റ്റ് ഡ്രൈവ് എന്ന് വെച്ചാൽ ഒരു വസ്തുവിനെ, ഭാരമുള്ള വസ്തുക്കളെ ചെയിന് അല്ലെങ്കിൽ പുള്ളി ഒക്കെ ഉപയോഗിച്ചിട്ട് അതിൽ മെഷീൻസ് ഉണ്ടാവും. ഒരു ഭാഗത്തിൽ നിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഹോയിസ്റ്റ്.
അതുപോലെ എലവേറ്റേഴ്സ്, കൺവേയേഴ്സ് ഡ്രൈവുകളിലൊക്കെ 4 ക്വാഡ്രൻ്റ് ഓപ്പറേഷൻ ആവശ്യമാണ്. അവയെ നമ്മൾ 4 ക്വാഡ്രൻ്റ് സിസ്റ്റം ഡ്രൈവ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇതാണ് 4 ക്വാഡ്രൻ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഒരു DC ഡ്രൈവ് അത് 4 ക്വാഡ്രൻ്റ് ഓപ്പറേഷൻ ആവശ്യമാണെങ്കിൽ അത്തരം ഡ്രൈവുകളിൽ ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് ഇത് പോസിറ്റീവ് കൺവേർട്ടേഴ്സാണ്, നെഗറ്റീവ് കൺവേർട്ടേഴ്സാണ്. അവിടെ 12 SCR ആവശ്യമാണ്. ഇനി ഇത് ഫീൽഡ് കൺട്രോളിന് ഉപയോഗിക്കുന്ന SCR ബ്രിഡ്ജാണ്. ഇവിടെ 4 SCRs ഉണ്ടാവും. ഈ സർക്യൂട്ടിനെ നമ്മൾ ഡ്യുവൽ കൺവേർട്ടർ എന്ന് വിളിക്കും. ഇനിയൊരു DC ഡ്രൈവിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. അതിലൊരു സപ്ലൈ യൂണിറ്റ് ഉണ്ടാവും, റെക്ടിഫയർ ബ്രിഡ്ജ് ഉണ്ടാവും, സ്പീഡ് റെഗുലേഷൻ യൂണിറ്റ് ഉണ്ടാവും, ഫീൽഡ് സപ്ലൈ യൂണിറ്റ് ഉണ്ടാവും. ഓക്കെ. ഇനി DC ഡ്രൈവ് ഇൻപുട്ട് ഒന്നെങ്കിൽ സിംഗിൾ ഫേസ് AC ആവാം, അല്ലെങ്കിൽ 3 ഫേസ് AC ആവാം. അത് പവർ റിക്വയർമെൻ്റ് അനുസരിച്ചിരിക്കും. ലോ പവർ റിക്വയർമെൻ്റ് ആണെങ്കിൽ നമ്മൾ സിംഗിൾ ഫേസ് മതിയാവും. പവർ റിക്വയർമെൻ്റ് കൂടുതലാണെങ്കിൽ 3 ഫേസ് സപ്ലൈ ഉപയോഗിക്കും. ഇനി റെക്ടിഫയർ ബ്രിഡ്ജിൽ സിംഗിൾ ഫേസ് സപ്ലൈ ആണെങ്കിൽ നമുക്ക് 4 കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് മതിയാവും. 3 ഫേസ് സപ്ലൈ ആണെങ്കിൽ 6 കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് ആവശ്യമായി വരും. ഇനി ഡ്യുവൽ, അതായത് 4 ക്വാഡ്രൻ്റ് ഓപ്പറേഷൻ ആവശ്യമാണെങ്കിൽ ഡ്യുവൽ കൺവേർട്ടേഴ്സ് ആവശ്യമായി വരും. അപ്പോൾ 12 കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് നമുക്ക് ആവശ്യമായി വരും. ഇനി ഫീൽഡ് സപ്ലൈ യൂണിറ്റ് എന്ന് വെച്ചാൽ ഫീൽഡിലേക്ക് സപ്ലൈ കൊടുക്കുന്ന യൂണിറ്റ് ആണ്. അതിൽ 4 കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് ഉണ്ടാവും. ഇനി സ്പീഡ് റെഗുലേഷൻ യൂണിറ്റ് ഡിസൈഡ് സ്പീഡും, അതായത് ഓപ്പറേറ്ററുടെ ഇൻസ്ട്രക്ഷനും മെഷീനിൽ നിന്ന് ഫീഡ്ബാക്കും കമ്പയർ ചെയ്യും. ഇവിടെ ഒരു ടാക്കോ ജനറേറ്റർ ഉണ്ട്. ഇത് സ്പീഡിനനുസരിച്ചുള്ള ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. അതും നമ്മുടെ റിക്വയർഡ് സ്പീഡ് തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ റിക്വയർഡ് സ്പീഡിനേക്കാൾ കുറവാണ് മോട്ടറിൻ്റെ സ്പീഡെങ്കിൽ ഈ സ്പീഡ് റെഗുലേഷൻ യൂണിറ്റ് ഫയറിംഗ് സർക്യൂട്ടിലേക്ക് സിഗ്നൽ കൊടുക്കും. അപ്പോൾ ഫയറിംഗ് വേരി ചെയ്യും, ഫയറിംഗ് ആംഗിൾ വേരി ചെയ്യും. അതിനനുസരിച്ച് DC ഔട്ട്പുട്ട് വേരിയേഷൻ സംഭവിക്കും. സ്പീഡ് കൂടുതലാണ് വേണ്ടതെങ്കിൽ ഫയറിംഗ് ആംഗിൾ കുറക്കും. അപ്പോൾ DC വോൾട്ടേജ് കൂടും. അപ്പോൾ മെഷീൻ്റെ സ്പീഡിൽ വർധനവ് സംഭവിക്കും. അതാണ് സ്പീഡ് റെഗുലേഷൻ യൂണിറ്റിൻ്റെ ഫങ്ഷൻ. ഇതാണ് ഒരു DC ഡ്രൈവിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. Advantages of DC drives. DC drives are less complex with a single power conversion from AC to DC. DC ഡ്രൈവുകളിൽ ഈ പവർ കൺവേർഷൻ എന്ന് വെച്ചാൽ AC to DC അത് സിംഗിൾ സ്റ്റേജ് കൺവേർഷൻ മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കോംപ്ലക്സിറ്റി കുറവാണ്. DC ഡ്രൈവ്സ് ആർ നോർമലി ലെസ് എക്സ്പെൻസീവ് ഫോർ മോസ്റ്റ് ഹോഴ്സ് പവർ റേറ്റിംഗ്. മറ്റുള്ള ഡ്രൈവ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് കുറവാണ്. DC ഡ്രൈവുകളുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് വേരിയബിൾ റേഞ്ചിൽ പോസിബിളാണ്. നമുക്ക് റേറ്റഡ് സ്പീഡിന് കുറവാണെങ്കിലും റേറ്റഡ് സ്പീഡിന് മുകളിൽ ആണെങ്കിലും നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് പോസിബിളാണ്. പ്രോപ്പർലി അപ്ലൈഡ് ബ്രഷ് ആൻഡ് കമ്മ്യൂട്ടേറ്റർ മെയിൻ്റനൻസ് ഈസ് മിനിമം. നമ്മൾ ബ്രഷും കമ്മ്യൂട്ടേറ്ററും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ മെയിൻ്റനൻസ് കുറവായിരിക്കും. DC motor are capable of providing starting and accelerating torque in excess of 400% of rated value. നമുക്ക് സ്റ്റാർട്ടിംഗ് ടോർക്കും അതുപോലെ റണ്ണിങ് ടോർക്കും റേറ്റഡ് ടോർക്കിനേക്കാളിലും 400% അധികം നമുക്ക് ആവശ്യമെങ്കിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും.
Some AC drives may produce audible motor noise which is undesirable in some applications. AC ഡ്രൈവ്സിലെ പോലെ നോയ്സി അല്ല DC motors. Disadvantages of DC drives: more complicated because of commutator and brushes. DC ഡ്രൈവിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിൽ കമ്മ്യൂട്ടേറ്റർ അതുപോലെ ബ്രഷസ് ഉണ്ട്. അത് ഇതിനെ മോർ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു. ഹെവിയർ ദാൻ AC മോട്ടോഴ്സ്. സെയിം വോയിസ് പവർ റേറ്റിങ്ങിൽ DC മോട്ടോഴ്സ് AC മോട്ടോഴ്സിനെക്കാട്ടിലും ഹെവി ആയിരിക്കും. കാരണം AC മെഷീൻസിൽ നമുക്ക് 3 ഫേസ് വൈൻഡിങ്സ് ഒക്കെ പോസിബിൾ ആണ്. അത് മോട്ടോറിൻ്റെ ടോട്ടൽ വെയിറ്റ് അതുപോലെ സൈസ് കുറക്കാൻ വേണ്ടി കാരണമാവും. ഹൈ മെയിൻ്റനൻസ് ഈസ് റിക്വയർഡ്. കമ്മ്യൂട്ടേറ്ററും ബ്രഷൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കൂടുതലാണ്. ലാർജ് ആൻഡ് മോർ എക്സ്പെൻസീവ് ദാൻ AC ഡ്രൈവ്സ്. AC ഡ്രൈവ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വലിപ്പം കൂടുതലാണ്, അതുപോലെ എക്സ്പെൻസീവാണ് AC ഡ്രൈവുകൾ. ഇതൊക്കെയാണ് DC ഡ്രൈവ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് DC ഡ്രൈവ്സിൻ്റെ കാര്യത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത പ്രസൻറ്റേഷനിൽ നമുക്ക് AC ഡ്രൈവുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.